പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നിവിടെ എടുക്കുന്ന ടോപ്പിക്ക് ഗ്രാഫിംഗ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BSc കെമിസ്ട്രി, BSc ഫിസിക്സ് പഠിക്കുന്ന സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പോളാർ കോർഡിനേറ്റ്സ്. അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ എടുക്കുന്നത് ഗ്രാഫിംഗ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്, അഥവാ എങ്ങനെ പോളാർ കോർഡിനേറ്റ്സിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അതിന് മുന്നോടിയായിട്ട് കുറച്ച് ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമായി സിമ്മട്രി അബൌട്ട് എക്സ് ആക്സിസ്, സിമ്മട്രി അബൌട്ട് വൈ ആക്സിസ്, അതേപോലെ സിമ്മട്രി അബൌട്ട് ഒറിജിൻ. നമ്മളെ സിലബസിലേക്ക് വരുന്നതിന് മുന്നേ ഈ സിമ്മട്രിയെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 3 ടൈപ്പ് സിമ്മട്രിയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് സിമ്മട്രി അബൌട്ട് എക്സ് ആക്സിസ്, അതുപോലെ തന്നെ സിമ്മട്രി അബൌട്ട് വൈ ആക്സിസ്, നെക്സ്റ്റ് സിമ്മട്രി അബൌട്ട് ഒറിജിൻ. ഓക്കെ, ഫസ്റ്റ് സിമ്മട്രി അബൌട്ട് എക്സ് ആക്സിസ്. എക്സാമ്പിൾ 1, ഞാൻ ഒരു ഫിഗർ വരയ്ക്കും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് സിലബസിലുള്ള ഒരു പോളാർ ഫങ്ഷനാണ് ഇത്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഈ ഒരു ഫിഗർ എക്സ് ആക്സിന് സിമ്മട്രിക്കാണ്. എക്സ് ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതേപോലെ റൈറ്റ് സൈഡിലും സെയിം ഇമേജാണ്. അതാണ് സിമ്മട്രി അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എന്താണോ മിററിൽ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഉണ്ട്. അപ്പോൾ എക്സ് ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ഇമേജ് ആണെങ്കിൽ, ഒരേപോലെയുള്ള ഇമേജ് ആണെങ്കിൽ അതിനെ സിമ്മട്രി അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയും. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ 2, ദറ്റ് ഈസ് സർക്കിൾ, സെൻറ്റർ 1 0, റേഡിയസ് 1 ആയ ഒരു സർക്കിൾ. ഇത് നമുക്കറിയാം സിമ്മട്രി അബൌട്ട് എക്സ് ആക്സാണ്. അഥവാ എക്സ് ആക്സിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെയിം ഇമേജാണ്. ഓക്കെ, എക്സ് ആക്സിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൻ്റെ മിററായി ഇമേജായി നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ആയിരിക്കണം നമ്മളെ എക്സ് ആക്സ് ആ ഇമേജിനെ കട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഫിഗറും സിമ്മട്രി അബൌട്ട് എക്സ് ആക്സാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 3, ഒരു യൂണിറ്റ് സർക്കിൾ, അഥവാ സെൻറ്റർ 0 0യും റേഡിയസ് എയുമായ, യൂണിറ്റ് ആവണമെന്നില്ല, എയുമായ ഒരു സർക്കിൾ. ഇതും സിമ്മട്രിക് അബൌട്ട് എക്സ് ആക്സാണ്. എക്സ് ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ഇമേജാണ്. ഓക്കെ, ഇതാണ് സിമ്മട്രിക് അബൌട്ട് എക്സ് ആക്സ്. അപ്പോൾ ഈ 3 ഫിഗറും ഈ 3 എക്സാമ്പിളും സിമ്മട്രിക് അബൌട്ട് എക്സ് ആക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ്. സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ്. എക്സാമ്പിൾ 1, വീണ്ടും എ റേഡിയസുള്ള ഒരു സർക്കിൾ. ഇവിടെ വൈ ആക്സിന് സിമ്മട്രിക്കാണ് ഈ ഫിഗർ. ദാറ്റ് ഈസ് സർക്കിൾ വിത്ത് റേഡിയസ് എ. വൈ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ഇമേജാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 2, y ഈക്വൽ ടു കോസ് എക്സ്. വൈ ഈക്വൽ ടു കോസ് എക്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വൈ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ഇമേജാണ്. ദാറ്റ് ഈസ് വൈ ആക്സിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു റൈറ്റ് സൈഡിലെ ഇമേജ് ആയിരിക്കും റൈറ്റ് സൈഡ്. കറസ്പോണ്ടിങ് ഇത് രണ്ടും ഒരേപോലെ ആയിരിക്കും. ദെർഫോർ ഇത് ഈ വൈ ഈക്വൽ ടു കോസ് എക്സ് സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ് ആണ്. എക്സാമ്പിൾ 3, തൊട്ട് മുന്നേ നമ്മൾ ഈ സർക്കിൾ വരച്ച പോലെ രണ്ട് സൈഡിലും സെയിം സർക്കിൾ വരയ്ക്കാം.
ഇവിടെയും തന്നിട്ടുള്ള ഫിഗർ വൈ ആക്സിന് സിമ്മട്രിക്കാണ്. ദാറ്റ് ഈസ് വൈ എന്ന ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലെയാണ്. ദാറ്റ് ഈസ് മിറർ ഇമേജാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ എക്സാമ്പിളും സിമ്മട്രി എബൌട്ട് വൈ ആക്സിസ് ആണ്. ഇവിടെ ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇത് സിമ്മട്രി എബൌട്ട് എക്സ് ആക്സുമാണ്, അതുപോലെ തന്നെ സിമ്മട്രി എബൌട്ട് വൈ ആക്സുമാണ്. ദാറ്റ് ഈസ് എക്സ് ആക്സിനും വൈ ആക്സിനും ഈ ഒരു സെയിം ഇമേജാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കിടക്കുന്നത്. ഇവിടെ ഈ സർക്കിൾ വിത്ത് റേഡിയസ് എ എടുത്തു കഴിഞ്ഞാലും ഇത് സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സുമാണ്, അതുപോലെ തന്നെ സിമ്മട്രിക് എബൌട്ട് വൈ ആക്സുമാണ്. പക്ഷേ വൈ ഈക്വൽ ടു കോസ് എക്സ് സിമ്മട്രിക് എബൌട്ട് വൈ ആക്സ് മാത്രമാണ്, സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സ് അല്ല. സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സ് ആണെങ്കിൽ ഈ എക്സ് ആക്സിനോട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എടുത്തു കഴിഞ്ഞാൽ സെയിം ഇമേജ് ആയിരിക്കണം. അഥവാ ഇവിടെ ഈ രീതിയിൽ വരണം, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടും വരണം. ഓക്കെ, അപ്പോൾ എല്ലാ ഫിഗറും സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സോ വൈ ആക്സോ അല്ലെങ്കിൽ ഒറിജിനോ ആവണമെന്നില്ല. ഇനി ചില ഇമേജ് എക്സ് ആക്സിനോട് സിമ്മട്രിക് ആയിരിക്കും, വൈ ആക്സിനോട് സിമ്മട്രിക് ആയിരിക്കും. ചില ഇമേജ് എക്സ് ആക്സിനോടും വൈ ആക്സിനോടും സിമ്മട്രിക് ആയിരിക്കും, രണ്ടിനോടും സിമ്മട്രിക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സിമ്മട്രിക് എബൌട്ട് തേർഡ് സിമ്മട്രിക് എബൌട്ട് ഒറിജിൻ. സിമ്മട്രിക് എബൌട്ട് ഒറിജിൻ. എക്സാമ്പിൾ 1 ഇവിടെയും ഞാൻ എടുക്കാൻ പോകുന്നത് എ സർക്കിൾ വിത്ത് റേഡിയസ്. സിമ്മട്രി എബൌട്ട് എക്സ് ഒറിജിൻ ആണെങ്കിൽ ഒറിജിനിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈന് സെയിം ഡിസ്റ്റൻറ്റിൽ കട്ട് ചെയ്യും, ആ ഫിഗറിനെ കട്ട് ചെയ്യും. ഒറിജിനിലൂടെ ഏത് ലൈൻ വരയ്ക്കുകയാണെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും, ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും, അഥവാ നമ്മൾ വരയ്ക്കുന്ന ആ ലൈന് ഒറിജിൻ്റെ ഒരു സൈഡിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിലും സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്ത് പോകും. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ പറയണേ ഇത് സിമ്മട്രിക് എബൌട്ട് ഒറിജിൻ ആയിരിക്കും. ഇവിടെ ഇത് സിമ്മട്രിക് എബൌട്ട് ഒറിജിനാണ്. സെക്കൻഡ് എക്സാമ്പിൾ 2 ഇവിടെ ഞാൻ വരച്ച ഈ ഫിഗർ, ദാറ്റ് ഈസ് രണ്ട് സർക്കിളും ഒന്നിച്ച് വരച്ചു. ഇവിടെയും സിമ്മട്രിക് എബൌട്ട് ഒറിജിനാണ്. ഈ ഒരു ലൈന് സെൻറ്ററിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, ഒറിജിനിലൂടെ ഏത് ലൈൻ വരച്ചു കഴിഞ്ഞാലും ഇവിടെ ഈ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഈ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്യും. ഇതാണ് സിമ്മട്രിക് എബൌട്ട് ഒറിജിൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ 3 ഈ ഒരു ഫിഗർ 4 പെറ്റൽ റോസ്. ഇതും സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സ് ആണ്. നമുക്ക് മനസ്സിലാവും എക്സ് ആക്സിന് സിമ്മട്രിക് ആണ് ഈ ഫിഗർ. അതുപോലെ തന്നെ വൈ ആക്സിനും സിമ്മട്രിക് ആണ്. അതുപോലെ തന്നെ ഒറിജിനും സിമ്മട്രിക്കാണ്. അഥവാ എക്സ് ആക്സിനും വൈ ആക്സിനും സിമ്മട്രിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തേർഡ് ഒറിജിനും സിമ്മട്രിക് ആയിരിക്കും. എക്സിനും വൈനും ഒരു ഫിഗർ സിമ്മട്രിക് ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഫിഗർ സിമ്മട്രിക് എബൌട്ട് ഒറിജിൻ ആൾസോ. ഓക്കെ, ഇതാണ് സിമ്മട്രിയെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സിസ്, അതുപോലെ തന്നെ സിമ്മട്രിക് എബൌട്ട് വൈ ആക്സിസ്, സിമ്മട്രിക് എബൌട്ട് ഒറിജിൻ. ഓക്കെ, ഒരു കോമൺ ആയ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് സിലബസിലേക്ക് പോവാം. ഫസ്റ്റ് സിമ്മട്രി എബൌട്ട് എക്സ് ആക്സിസ്. ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ എക്സ് ആക്സിനോട് സിമ്മട്രി ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, ഇഫ് ദ ഇക്വേഷൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, നമുക്ക് തന്നിട്ടുള്ള പോളാർ ഇക്വേഷൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഈസ് അൺചേഞ്ച്ഡ് വെൻ തീറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ മൈനസ് തീറ്റ. നമുക്ക് തന്നിട്ടുള്ള പോളാർ ഇക്വേഷൻ ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ഈ ഇക്വേഷനിൽ തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ അൺചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അഥവാ ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ തന്നിട്ടുള്ള പോളാർ ഫംഗ്ഷൻ സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സിസ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ
ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ ആണെങ്കിൽ തന്നിട്ടുള്ള പോളാർ ഫംഗ്ഷൻ സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സ് ആയിരിക്കും. മാത്രമല്ല if the graph is symmetric about x-axis if the point r theta lies on the graph, then the point r minus theta or minus r pi minus theta also lies on the graph. അഥവാ ആർ തീറ്റ എന്ന പോയിൻ്റ് നമ്മുടെ ഗ്രാഫിൽ ഉണ്ടെങ്കിൽ, അഥവാ ആർ തീറ്റയ്ക്ക് പകരം ആർ മൈനസ് തീറ്റ ഓർ മൈനസ് ആർ പൈ മൈനസ് തീറ്റ, നമ്മളെ പോളാർ ഫംഗ്ഷനിലെ പോളാർ ഇക്വേഷനിൽ ആർ തീറ്റയ്ക്ക് പകരം ആർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ വ്യത്യാസം വരുന്നില്ലെങ്കിൽ, ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മൈനസ് ആർ പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം തന്നിട്ടുള്ള പോളാർ ഫംഗ്ഷൻ സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സ് ആയിരിക്കും. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ഒരു പോളാർ ഫംഗ്ഷൻ സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സ് ആണോ ചെക്ക് ചെയ്യാം. ഒന്നാമത്തേത് എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് മൈനസ് തീറ്റയും ഈക്വൽ ആയിരിക്കുകയാണെങ്കിൽ. രണ്ടാമത്തേത് ആർ തീറ്റയ്ക്ക് പകരം ആർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെയിം ഇക്വേഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ, അഥവാ നമ്മളെ പോളാർ ഇക്വേഷനിലെ ആറിന് പകരം ആറും തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, അഥവാ തൊട്ട് മുന്നേ പറഞ്ഞത് തന്നെ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ സംഭവിക്കുകയാണെങ്കിൽ എക്സ് ആക്സിനോട് സിമ്മട്രിക് ആയിരിക്കും. മൂന്നാമത്തേത് ആർ തീറ്റയ്ക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മൈനസ് ആർ പൈ മൈനസ് തീറ്റ, ആറിന് പകരം മൈനസ് ആറും തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷന് ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ തന്നിട്ടുള്ള പോളാർ ഇക്വേഷൻ സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സ് ആയിരിക്കും. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് തന്നിട്ടുള്ള പോളാർ ഇക്വേഷൻ സിമ്മട്രിക് എബൌട്ട് എക്സ് ആക്സ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് സിമ്മട്രിക് എബൌട്ട് വൈ ആക്സിസ്, സിമ്മട്രിക് എബൌട്ട് വൈ ആക്സ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പോളാർ ഫംഗ്ഷൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റയിൽ തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ അൺചേഞ്ച്ഡ് ആണെങ്കിൽ, അഥവാ ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ തന്നിട്ടുള്ള പോളാർ ഇക്വേഷൻ സിമ്മട്രി എബൌട്ട് വൈ ആക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ആണെങ്കിൽ സിമ്മട്രി എബൌട്ട് വൈ ആക്സ് ആയിരിക്കും. സെക്കൻഡ്, നമ്മുടെ ആർ തീറ്റ ഗ്രാഫിലുണ്ടെങ്കിൽ, നമ്മുടെ ഇമേജിലുണ്ടെങ്കിൽ ആർ പൈ മൈനസ് തീറ്റയും ഇമേജിലുണ്ടാവണം. തൊട്ട് മുന്നേ പറഞ്ഞതേപോലെ, അഥവാ തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇക്വേഷൻ അൺചേഞ്ച്ഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് ആർ തീറ്റ നമ്മുടെ ഒരു ഗ്രാഫിലെ ഒരു പോയിൻ്റ് ആണെങ്കിൽ ആർ പൈ മൈനസ് തീറ്റയും ആ ഗ്രാഫിലെ പോയിൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇക്വേഷൻ ആർ തീറ്റയ്ക്ക് പകരം ആർ പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇക്വേഷന് ഒരു വ്യത്യാസം വരരുത്. ഇതാണ് സെക്കൻഡ്. തേർഡ്, ആർ തീറ്റ മൈനസ് ആർ മൈനസ് തീറ്റ, അഥവാ ഇക്വേഷനിൽ ആർ തീറ്റയ്ക്ക് പകരം മൈനസ് ആർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇക്വേഷന് ഒരു ചേഞ്ച് വരുന്നില്ലെങ്കിൽ നമ്മുടെ തന്നിട്ടുള്ള പോളാർ ഇക്വേഷൻ സിമ്മട്രിക് എബൌട്ട് വൈ ആക്സ് ആയിരിക്കും. ഇവിടെ ഈക്വൽ സൈൻ സൂചിപ്പിക്കുന്നത് നമ്മൾ സാധാരണ ആർ ഈക്വൽ ടു ആർ എന്നല്ല, പോളാർ നമ്മളെ ഓർഡേഡ് പെയർ ഈക്വൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ ഫിഗറിലെ ആർ തീറ്റ ഒരു പോയിൻ്റ് ആണെങ്കിൽ ആർ പൈ മൈനസ് തീറ്റയും അതിലെ ഒരു പോയിൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആർ തീറ്റ ആ ഫിഗറിലെ ഒരു പോയിൻ്റ് ആണെങ്കിൽ മൈനസ് ആർ മൈനസ് തീറ്റയും അതിലെ ഒരു പോയിൻ്റ് ആയിരിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർ തീറ്റയ്ക്ക് പകരം ആർ പൈ മൈനസ് തീറ്റ അല്ലെങ്കിൽ ആർ തീറ്റയ്ക്ക് പകരം മൈനസ് ആർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് ഒരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ അത് സിമ്മട്രിക് എബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും. നെക്സ്റ്റ് തേർഡ്, സിമ്മട്രിക് എബൌട്ട്
origin. First, symmetry about x-axis symmetry about y-axis ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സിമ്മട്രിക് അബൌട്ട് ഒറിജിൻ ആയിരിക്കും. ആദ്യം അത് മനസ്സിലാക്കാം. ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു പോളാർ ഇക്വേഷൻ സിമ്മട്രിക് അബൌട്ട് x-axis സിമ്മട്രിക് അബൌട്ട് y-axis ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സിമ്മട്രിക് അബൌട്ട് ഒറിജിൻ ആയിരിക്കും. ഇനി സെക്കൻഡ്, ഒന്നാമത്തേത് സിമ്മട്രിക് അബൌട്ട് x-axis ആൻഡ് സിമ്മട്രിക് അബൌട്ട് y-axis ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിമ്മട്രിക് അബൌട്ട് ഒറിജിൻ ആയിരിക്കും. ഓക്കെ. സെക്കൻഡ്, ആർ തീറ്റയ്ക്ക് പകരം മൈനസ് ആർ മൈനസ് തീറ്റ പ്ലസ് തീറ്റ, ആർ തീറ്റ ഈക്വൽ ടു നമ്മളെ ഫങ്ഷനിലെ ആർ തീറ്റയ്ക്ക് പകരം മൈനസ് ആർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷന് ചേഞ്ച് വരുന്നില്ലെങ്കിൽ അത് സിമ്മട്രിക് അബൌട്ട് ഒറിജിൻ ആയിരിക്കും. നെക്സ്റ്റ് തേർഡ്, ആർ തീറ്റയ്ക്ക് പകരം ആർ പൈ പ്ലസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് ഒരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ അൺചേഞ്ച്ഡ് ആണെങ്കിൽ അതും സിമ്മട്രിക് അബൌട്ട് ഒറിജിൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. സിമ്മട്രി അബൌട്ട് x-axis എങ്ങനെ ഒരു പോളാർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ദാറ്റ് ഈസ് സിമ്മട്രിക് അബൌട്ട് x-axis ആണെങ്കിൽ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രാഫിലെ ഫംഗ്ഷനിലെ പോളാർ ഇക്വേഷനിലെ ആർ തീറ്റയ്ക്ക് പകരം ആർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ അൺചേഞ്ച്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ആർ തീറ്റയ്ക്ക് പകരം മൈനസ് ആർ പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ അൺചേഞ്ച്ഡ് ആയിരിക്കണം. സെക്കൻഡ്, സിമ്മട്രി അബൌട്ട് y-axis ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ, അല്ലെങ്കിൽ ആർ തീറ്റയ്ക്ക് പകരം ആർ പൈ മൈനസ് തീറ്റയും ഈക്വൽ ആയിരിക്കണം. ആർ തീറ്റയ്ക്ക് പകരം മൈനസ് ആർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഇക്വേഷന് വ്യത്യാസം വരരുത്. മൂന്നാമത്തേത്, സിമ്മട്രി അബൌട്ട് x-axis സിമ്മട്രി അബൌട്ട് y-axis ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിമ്മട്രി അബൌട്ട് ഒറിജിൻ ആയിരിക്കും. നെക്സ്റ്റ്, ആർ തീറ്റ അതേപോലെ മൈനസ് ആർ പ്ലസ് തീറ്റ, ഇത് രണ്ടും നമ്മുടെ ഇമേജിൽ ആയിരിക്കണം, നമ്മളെ ഗ്രാഫിലുണ്ടായിരിക്കണം. അഥവാ ആർ തീറ്റയ്ക്ക് പകരം മൈനസ് ആർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് ചേഞ്ച് വരരുത്. അതുപോലെ തന്നെ ആർ തീറ്റയ്ക്ക് പകരം ആർ പൈ പ്ലസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഇക്വേഷന് ചേഞ്ച് സംഭവിക്കരുത്. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഫിഗർ, ഒരു ഫംഗ്ഷൻ സിമ്മട്രി അബൌട്ട് x-axis ആണോ y-axis ആണോ അതേപോലെ ഒറിജിൻ ആണോ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഫസ്റ്റ്, സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദി പോളാർ ഇക്വേഷൻ ആർ ഈക്വൽ ടു 2 cos 2θ. അഥവാ ഒരു പോളാർ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ആർ ഈക്വൽ ടു 2 cos 2θ. ഇത് സ്കെച്ച് ചെയ്യണം. ഓക്കെ. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദി പോളാർ ഇക്വേഷൻ ആർ ഈക്വൽ ടു 2 cos 2θ. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നിട്ടുള്ള പോളാർ ഇക്വേഷൻ ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ സിമ്മട്രിക് അബൌട്ട് x-axis ആണോ സിമ്മട്രിക് അബൌട്ട് y-axis ആണോ അതുപോലെ സിമ്മട്രിക് അബൌട്ട് ഒറിജിൻ ആണോ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഫസ്റ്റ്, സിമ്മട്രിക് അബൌട്ട് x-axis ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെക്ക് ചെയ്യണ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ ആണെങ്കിൽ സിമ്മട്രിക് അബൌട്ട് x-axis ആണ്. ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് തീറ്റ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റയിലെ തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 2 cos 2 മൈനസ് തീറ്റ. ദാറ്റ് ഈക്വൽ ടു 2 cos മൈനസ് 2 തീറ്റ. നമുക്കറിയാം കോസ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് കോസ് തീറ്റയും കോസ് മൈനസ് തീറ്റയും ഈക്വൽ ആണ്. ദെർഫോർ 2 cos 2 തീറ്റ that equal to f of theta. Therefore, f of theta equal to f of minus theta. Therefore, symmetry about x-axis ആണ്. നെക്സ്റ്റ്, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിമ്മട്രി അബൌട്ട് y-axis ആണെന്നാണ്. ദാറ്റ് ഈസ് സിമ്മട്രിക്
എബൌട്ട് വൈ ആക്സിസ്. തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്മട്രിക് എബൌട്ട് വൈ ആക്സ് ആണെങ്കിൽ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ആയിരിക്കും. ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്കറിയാം എഫ് ഓഫ് തീറ്റ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റയിലെ തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2r ഈക്വൽ ടു 2 cos 2 പൈ മൈനസ് തീറ്റ. 2 പൈ മൈനസ് തീറ്റ ദാറ്റ് ഈക്വൽ ടു 2 cos 2 പൈ മൈനസ് 2 തീറ്റ. ദാറ്റ് ഈക്വൽ ടു നമുക്കറിയാം 2 പൈ ഈവൻ 2 പൈ ദാറ്റ് ഈസ് 2 പൈ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും കോസ് എഴുതും. ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്. ദെർഫോർ 2 കോസ് അല്ലേ. ഒന്നുകൂടി പറയാം. ഇവിടെ എല്ലാ സൈനും അതേപോലെ കോസും ടാനും പോസിറ്റീവ്. ഇവിടെ സൈൻ പോസിറ്റീവ്, ഇവിടെ ടാൻ പോസിറ്റീവ്, ഇവിടെ കോസ് പോസിറ്റീവ്. ദെർഫോർ 2 പൈ വന്നതുകൊണ്ട് കോസ് തന്നെ എഴുതി. ദറ്റ് ഈസ് കോസ് 2 തീറ്റ. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ. ദെർഫോർ സിമ്മട്രി എബൌട്ട് വൈ ആക്സ് ആണ്. സിമ്മട്രി എബൌട്ട് എക്സ് ആക്സ് ആണ്. അതുപോലെ തന്നെ സിമ്മട്രി എബൌട്ട് വൈ ആക്സിസ് ആയതുകൊണ്ട് ഇത് സിമ്മട്രി എബൌട്ട് ഒറിജിൻ ആയിരിക്കും. ദെർഫോർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതിലെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്താണോ ഫിഗർ വരയ്ക്കും. എന്നിട്ട് സിമ്മട്രി എബൌട്ട് വൈ ആക്സ് കൊണ്ട് അതേ ഇമേജ് ഇവിടെ വരയ്ക്കും. സിമ്മട്രി എബൌട്ട് എക്സ് ആക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ സെയിം കോപ്പി താഴേക്കും വരയ്ക്കും. അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ദെർഫോർ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ടേബിൾ വരയ്ക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് തീറ്റ. അതുപോലെ തന്നെ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ഏതാനും ചില വാല്യൂസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചെഴുതുന്നു. ഫസ്റ്റ് തീറ്റ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 2 cos 2 തീറ്റയാണ്. ദെർഫോർ തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ആറിൻ്റെ വാല്യൂ 2. നെക്സ്റ്റ് പൈ ബൈ 8 കുറച്ച് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് പൈ ബൈ 8 ദാറ്റ് ഈസ് 2 cos 2 ഇൻറ്റു പൈ ബൈ 8 ദാറ്റ് ഈസ് പൈ ബൈ 4. കോസ് പൈ ബൈ 4 നമുക്കറിയാം 1/√2 ദാറ്റ് ഈസ് 2 /√2 ദാറ്റ് ഈസ് √2. നെക്സ്റ്റ് പൈ ബൈ 6 ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്ററിലോ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. പൈ ബൈ 6 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് പൈ ബൈ 4 ദാറ്റ് ഈസ് 2 ഇൻറ്റു പൈ ബൈ 4 ദാറ്റ് ഈസ് പൈ ബൈ 2 വരും. 2 into cos pi by 2. We know that cos pi by 2 equal to 0. Therefore, 2 into 0 that's equal to 0. Next, pi by 3. Pi by 3 we get -1. Next, 3 pi by 8. 3 pi by 8 that's equal to -√2. Next, pi by 2. Pi by 2 that is -2. Okay. അപ്പോൾ 0 മുതൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഇമേജ് എന്താ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. 0 മുതൽ പൈ ബൈ 2 വരെ. ഓക്കെ. ഫസ്റ്റ് 0ൽ ഫങ്ഷൻ വാല്യൂ 2 ആർ ഈക്വൽ ടു 2 ദാറ്റ് ഈസ് ലെങ്ത് 2 ആയ. നെക്സ്റ്റ് പൈ ബൈ 4 ആകുമ്പോഴേക്ക് പൈ ബൈ 4 ദാറ്റ് ഈസ് ഇതാണ് പൈ ബൈ 4 ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4. പൈ ബൈ 4ൽ 0 ആണ്. 0ൽ 2, പൈ ബൈ 4ൽ 0 ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് പൈ ബൈ 6 ആകുമ്പോഴേക്ക് 1ലേക്ക് എത്തും. ദാറ്റ് ഈസ് പൈ ബൈ 6. ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ട് വരയ്ക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് പൈ ബൈ 8, പൈ ബൈ 6, പൈ ബൈ 4 ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു pi by 8, theta equal to pi by 6. Next, theta equal to pi by 3. That is theta equal to pi by 3. Theta equal to pi by 3. Theta equal to 3 pi by 8. നമുക്ക് ആംഗിൾ ഇൻക്രീസ് ചെയ്തു. theta equal to pi by 3 pi by 8. 3 pi by 8. Next, theta equal to pi by 2. Okay. Next, that is 0. Theta equal to pi by √2 ആകുമ്പോഴേക്ക്
π/8 ആകുമ്പോൾ √2ലേക്ക് നെക്സ്റ്റ് 1ലേക്ക് എത്തും, നെക്സ്റ്റ് 0. നമുക്ക് മനസ്സിലാവും ഇങ്ങനെ വരുന്നു. ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് വരയ്ക്കാം. തീറ്റ ഈക്വൽ ടു π/4 ആകുമ്പോഴേക്ക് 0 വന്ന്. നെക്സ്റ്റ് തീറ്റ ഈക്വൽ ടു π/3 ആകുമ്പോൾ ദാറ്റ് ഈസ് -1 r തീറ്റ. r തീറ്റ ഈക്വൽ ടു -1 π/3. നമുക്കറിയാം -1 π/3. r നെഗറ്റീവ് വരുമ്പോൾ ഏതാണോ π/3 അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദാറ്റ് ഈസ് -1 π/3 ഇവിടെ ആയിരിക്കും. π/3യുടെ നേരെ ഓപ്പോസിറ്റ് 1 യൂണിറ്റിൽ. നെക്സ്റ്റ് 3π ദാറ്റ് ഈസ് -√2. -√2 നമുക്കറിയാം -√2 ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തു. മൈനസ് ആണ്, ദാറ്റ് ഈസ് ഈ ലെങ്ത്തിൽ ഇവിടെ കിടക്കും. അടുത്തത് -2 ദാറ്റ് ഈസ് ഈ ലെങ്ത്തിൽ 3 r നമുക്കറിയാം r തീറ്റ. r നെഗറ്റീവ് ആവുമ്പോൾ ഏതാണോ ആംഗിൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ദാറ്റ് ഈസ് 2. ദെർഫോർ ഇങ്ങനെ ആയിരിക്കും നമ്മളെ ഇമേജ് വരിക. ഇങ്ങനെ വരും. ഇതായിരിക്കും 0 മുതൽ π/2 വരെ ആംഗിൾ വാരി ചെയ്യുമ്പോൾ നമ്മൾ r വാരി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 0 to π/2ലെ ഇമേജ്. ഇനി എക്സ് ആക്സിന് വൈ ആക്സിനോട് സിമ്മട്രിക് ആയതുകൊണ്ട് ഇതേ ഇമേജ് ആയിരിക്കും ഇവിടെയും വരിക. ഇതേ ഇമേജ് ആയിരിക്കും ഇവിടെയും വരിക. ദെർഫോർ ഇങ്ങനെ വരും. അതേപോലെ ഇവിടെ ഇങ്ങനെ വരും. എക്സ് ആക്സിനോട് സിമ്മട്രിക് ആയതുകൊണ്ട് ഇതേ ഇമേജ് ഇവിടെ വരും. അതുപോലെ തന്നെ ഇവിടെ വരും. ഇതേ ഇമേജ് മുകളിൽ വരും. ദെർഫോർ ഇതാണ് നമ്മുടെ ഫങ്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാഫ് ദി കർവ് r ഈക്വൽ ടു 1 - cos θ. r ഈക്വൽ ടു 1 - cos θ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിനോട് സിമ്മട്രിക് ആണോ ചെക്ക് ചെയ്യാം. സിമ്മട്രിക് അബൌട്ട് എക്സ് ആക്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ. ഇതാണോ ചെക്ക് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ആറിലെ തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് r ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. നെക്സ്റ്റ് എഫ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 1 - cos തീറ്റ. എഫ് ഓഫ് മൈനസ് തീറ്റ ദാറ്റ് ഈസ് 1 - cos മൈനസ് തീറ്റ. സിൻസ് cos is even function, cos theta equal to cos minus theta, therefore 1 - cos theta, that equal to f of theta. That is f of theta equal to f of minus theta. Therefore the polar function r equal to 1 - cos theta is symmetric about x axis. Next, symmetric about y axis. സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ് ആണോ ചെക്ക് ചെയ്യാൻ പോകും. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ആണെങ്കിൽ സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ് ആണ്. നമുക്കറിയാം എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 1 - cos തീറ്റ. r ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്നാണ്. ദർഫോർ എഫ് ഓഫ് തീറ്റയാണ് 1 - cos തീറ്റ. നെക്സ്റ്റ് എന്താണ് എഫ് ഓഫ് പൈ മൈനസ് തീറ്റ. ദാറ്റ് ഈക്വൽ ടു 1 - cos പൈ മൈനസ് തീറ്റ. ദാറ്റ് ഈക്വൽ ടു 1 - cos തീറ്റ. നമുക്കറിയാം പൈ വന്നിട്ടുണ്ടെങ്കിൽ തീറ്റ കോസ് തന്നെ എഴുതും. നെക്സ്റ്റ് പൈ മൈനസ് തീറ്റ ദാറ്റ് ഈസ് സെക്കൻഡ് ക്വാർട്ടറിലായിരിക്കും ഇത് വരിക. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ ആണ് പോസിറ്റീവ്, കോസ് നെഗറ്റീവ് ആണ്. ദെർഫോർ 1 - cos തീറ്റ. 1 - cos തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 1 + cos തീറ്റ. ഓക്കെ, ദെർഫോർ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ 1 + cos തീറ്റ, എഫ് ഓഫ് തീറ്റ 1 - sin തീറ്റ. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ. Therefore, it is not symmetric about y axis. അപ്പോൾ symmetric about y axis ആണ്. That is symmetric about x axis, not symmetric about
എബൌട്ട് വൈ ആക്സിസ്. സിമ്മട്രി എബൌട്ട് എക്സ് ആക്സ് ആയതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത് 0 മുതൽ പൈ വരെ പ്ലോട്ട് ചെയ്യും. അതിൻ്റെ സെയിം ഇമേജ് താഴോട്ടും വരയ്ക്കും. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സിമ്മട്രി എബൌട്ട് എക്സ് ആക്സ് ആയതുകൊണ്ട് എക്സ് ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്പർ ഹാഫ് പ്ലെയിനിൽ നമ്മൾ പ്ലോട്ട് ചെയ്യും. അതേ ഇമേജ് ലോവർ ഹാഫ് പ്ലെയിനിലും പ്ലോട്ട് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ടേബിൾ നമുക്ക് വരയ്ക്കാം. ദാറ്റ് ഈസ് തീറ്റ ആൻഡ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. നമ്മൾ കുറച്ച് ആർബിറ്ററി വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ സിമ്പിളാണ്. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 1 മൈനസ് കോസ് 0 ദാറ്റ് ഈസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് തീറ്റ ഈക്വൽ ടു π/3. π/3 വാല്യൂ 1/2. കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ ഈക്വൽ ടു π/2 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 1. 2π/3 ആകുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 3/2. പൈ ആവുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 2. ഓക്കെ, ദാറ്റ് ഈസ് 0 മുതൽ പൈ വരെയുള്ള വാല്യൂസ്, സം ആർബിറ്ററി വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതാണ് പോയിന്റ്. ഇതാണ് 0 0 എന്ന പോയിന്റ്. നെക്സ്റ്റ് π/3 നമുക്കറിയാം. π/3 ഇതാണ് π/3. ഓക്കെ, π/3 ഒന്നും കൂടി ചെറിയ സ്ലോപ്പും കൂടി ഉണ്ടാവും. ഞാൻ വരച്ചതിൽ ആക്യുറസി കുറവാണ്. ഒന്നും കൂടി സ്ലോപ്പ് π/4 അല്ല, π/3 ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. π/3 1/2 ദാറ്റ് ഈസ് 1/2 π/3 ഇവിടെ കിടക്കും. ഓക്കെ, ഇത് 1 ആണെങ്കിൽ ഇവിടെ കിടക്കും ഈ പോയിന്റ്. π/2 1, π/2 1 ഇതിന് നേരെ ഇരട്ടി വരും. നെക്സ്റ്റ് 2π/3 3/2 1 പോയിന്റ് സംതിങ്, അഥവാ ഏകദേശം 3π/3. 3π/3 നമുക്കറിയാം. ഇതാണ് 3π/3. ഈ ആംഗിൾ, ഇത്രയും ആംഗിളാണ് 3. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 2π/3. ഇത് തീറ്റ ഈക്വൽ ടു π/3. ഇത് തീറ്റ ഈക്വൽ ടു π/2. ഇവിടെ 1 പോയിന്റ് സംതിങ്, അഥവാ ഇതിനേക്കാളും ഇത്രയും കൂടി ലെങ്ത്തിൽ 1.5. 3/2 ദാറ്റ് ഈസ് 1.5. ഇതിനേക്കാളും എന്തായാലും ഇതിനേക്കാളും ഡിസ്റ്റൻസ് വേണം. ഓക്കെ, നെക്സ്റ്റ് 2πയിൽ 2, അഥവാ ഇതിന് നേരെ ഇരട്ടി. നമുക്ക് മനസ്സിലാവും. ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലൂടെ ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കും അപ്പർ ഹാഫ് പ്ലെയിനിൽ നമ്മുടെ പോളാറിൻ്റെ ഫംഗ്ഷൻ. ഇത് സിമ്മട്രി എബൌട്ട് എക്സ് ആക്സ് ആയതുകൊണ്ട് ഇതേ ഇമേജ് നമ്മൾ താഴോട്ടും വരും. ഇതേ ഇമേജ്. ഓക്കെ, ഇതാണ് ആർ ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ. Next question. Graph the curve r square equal to cos theta. Okay. Next. Graph the curve r square equal to sin 2 തീറ്റ. ഇത്രയും ഫങ്ഷൻസ് നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കുക. നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് പോളാർ കർവ്. ഒരു പോളാർ കർവിൻ്റെ സ്ലോപ്പ്. ഇഫ് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. നമുക്കറിയാം ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ഇതാണ് പോളാർ ഇക്വേഷൻ. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ. എക്സിനെ ഇൻ ടേംസ് ഓഫ് തീറ്റയിലേക്ക് മാറ്റി എഴുതി. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ദാറ്റ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ സൈൻ തീറ്റ. സ്ലോപ്പ് നമുക്കറിയാം. സ്ലോപ്പ് dy/dx. ഇതാണ് സ്ലോപ്പ്. ദാറ്റ് ഈക്വൽ ടു dy/d തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ dx divided by d theta. Y, we know that y is in terms of theta. Therefore, dy/d theta, that is d/d theta of y, that is y equal to f of theta sin theta, all divided by
dx divided by d theta, that is d by d theta of x. You know that x equal to f of theta cos theta, f of theta cos theta, that equal to, ഇവിടെ തീറ്റ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് എഫ് ഓഫ് തീറ്റ, രണ്ടാമത്തെ സൈൻ തീറ്റ. അതുപോലെ തന്നെ ഇവിടെ എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ. ഇവിടെ പ്രൊഡക്റ്റ് റൂള് ഉപയോഗിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് കോസ് തീറ്റ, പ്ലസ് second function, that is sin theta, into derivative of first function, that is f dash of theta, all divided by, again, first function into derivative of second function plus second function into derivative of first function. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ cos theta, that is cos theta f dash of theta minus sin theta f of theta. Okay. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു തീറ്റ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഡിവൈഡ് കോസ് തീറ്റ ത്രൂ ഔട്ട്, ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ, കോസ് തീറ്റ ക്യാൻസൽ ആവും, പ്ലസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ, ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് തീറ്റ, ഓൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ അഗെയിൻ ക്യാൻസൽ ആവും, ബാക്കി എഫ് ഡാഷ് ഓഫ് തീറ്റ മൈനസ് ടാൻ തീറ്റ എഫ് ഓഫ് തീറ്റ. ഇവിടെ നമുക്കറിയാം ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ആയിരുന്നു. ദെർഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് തീറ്റയ്ക്ക് പകരം ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ആർ പ്ലസ് ടാൻ തീറ്റ ആർ പ്ലസ് ടാൻ തീറ്റ എഫ് ഡാഷ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ മൈനസ് ടാൻ തീറ്റ into r, that is r tan theta. That is നമുക്കറിയാം എഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, ദാറ്റ് ഇംപ്ലൈസ് ആർ ഡാഷ് ഈക്വൽ അല്ലെങ്കിൽ എഫ് ഡാഷ് ഈക്വൽ ടു ഡി ആർ ഡിവൈഡ് ബൈ ഡി തീറ്റയാണ് എഫ് ഡാഷ് ഓഫ് തീറ്റ. ദെർഫോർ ആർ പ്ലസ് ഡി ആർ ഡിവൈഡ് ബൈ ഡി തീറ്റ tan theta all divided by dr divided by d theta minus r tan theta. Okay, ഇതാണ് dy divided by dx, that is slope of polar equation അല്ലെങ്കിൽ slope of polar curve. ഒരു ക്വസ്റ്റ്യൻ എഴുതാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Find the slope of the line tangent to the graph of r equal to 3 cos square 2 theta at pi by 6. Okay, that is r equal to 3 cos square 2 theta at pi by 6. നമുക്കറിയാം r equal to f of theta ആണ്, where f of theta equal to 3 cos square 2 theta. dr substitute, ഇതാണ് dy by dx. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് dr divided by d theta കണ്ടുപിടിക്കണം. That is equal to dr divided by d theta, that equal to f dash of theta dr divided by d theta, that's equal to, ഇവിടെ 3 കോൺസ്റ്റൻ്റ് ആണ്, ബാക്കി cos square 2 തീറ്റയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2 cos 2 തീറ്റ, cos 2 തീറ്റയുടെ sin 2 തീറ്റ, ദാറ്റ് ഈസ് മൈനസ് sin 2 തീറ്റ, 2 തീറ്റയുടെ ദാറ്റ് ഈസ് 2, ദാറ്റ് ഈക്വൽ ടു 2 into 3 into again 2, that is 12 cos 2 theta minus sin
2 തീറ്റ ദാറ്റ് ഈക്വൽ ടു മൈനസ് 12 കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ. ഇതാണ് ഡി ആർ ഡിവൈഡ് ബൈ ഡി തീറ്റ. നെക്സ്റ്റ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ ദാറ്റ് ഈസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് ആർ പറഞ്ഞാൽ എഫ് ഓഫ് തീറ്റയാണ്. ദെർഫോർ എഫ് ഓഫ് പൈ ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു 3 കോസ് സ്ക്വയർ 2 പൈ ബൈ 6. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 3/4. ഓക്കെ. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആർ ദാറ്റ് ഈസ് 3/4 പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ അറ്റ് പൈ ബൈ 6 ദാറ്റ് ഈസ് ഇവിടെ ഡി ആർ ബൈ ഡി തീറ്റ അറ്റ് പൈ ബൈ 6 ദാറ്റ് ഈക്വൽ ടു നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ -3√3 ഇതാണ് കിട്ടുക. ദാറ്റ് ഈസ് ആർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ദാറ്റ് ഈസ് -3√3 ഇൻറ്റു ടാൻ തീറ്റ ദാറ്റ് ഈസ് ടാൻ പൈ ബൈ 6 ഓൾ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഡി ആർ ബൈ ഡി തീറ്റ തൊട്ട് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ദാറ്റ് ഈസ് -3√3 മൈനസ് ആർ ദാറ്റ് ഈസ് ആർ എഫ് ഓഫ് തീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് 3/4 ഇൻറ്റു ടാൻ പൈ ബൈ 6 ദാറ്റ് ഈക്വൽ ടു കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 3√3 ഡിവൈഡ് ബൈ 30. ഓക്കെ. ഇതാണ് നിങ്ങളെ ഫസ്റ്റ് മൊഡ്യൂള്. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ തറവായി പഠിക്കുക. ഓക്കെ, താങ്ക്സ്.